അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ ഒരു 1 ഡേ ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും എന്താ ചേച്ചി കുറച്ച് ചെടികൾ നട്ടുകൊണ്ടിരിക്കുവായിരുന്നേ. നന്നായിട്ട് ഉടുത്തിട്ടുണ്ടല്ലോ. ആരാ ഉടുപ്പിച്ചേ? വന്നൊരു സാധനം തരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മീനാക്ഷിയാണ് കേട്ടോ. മീനാക്ഷി ഞാനവിടെ ചെല്ലുമ്പോഴേക്കും നല്ല സാരി കൊടുത്ത ടീച്ചറോ അമ്മയോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. അവളെ ഞാനുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മിങ്കിളായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് അവൾ സോപ്പിട്ട് കൈക്കലാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സോപ്പിട്ട് വരുതിക്ക് വരുത്തുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴേക്കും ചേച്ചി ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു. ചേട്ടൻ വന്നിട്ട് നാളത്തേക്കുള്ള പ്ലാനിങ് എല്ലാം ചെയ്യുക റെഡിയാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പോയി. ഞാൻ കുഞ്ഞിന് കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടേ കൊടുത്തിട്ട് ഐ ലവ് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ അവനായിട്ട് ഇപ്രാവശ്യം എനിക്ക് മുടി കേൾ ചെയ്യാനുള്ള കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ അതെല്ലാം ശരിയായോടാ, കണ്ടിട്ട് എങ്ങനെയുണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒട്ടുന്നുണ്ടോ സ്മെല്ലുണ്ടോ എന്നൊക്കെ ഞാനത് അവനെ കൊണ്ട് തന്നെ നോക്കിപ്പിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലൂടൂത്തിൻ്റെ ബാറ്ററി പോയി കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാറ്ററി മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് സെറ്റാക്കാം. ആ ഗ്യാപ്പിന് എൻ്റെ പുത്രൻ അവിടെ ഇരുന്ന് ടാബ് എടുത്തുകൊണ്ട് പതുക്കെ ഗെയിം കളിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. നൈസായിട്ട് എടുത്ത് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഗെയിം കളിക്കാം. ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. കാരണം നേരത്തെ കിടന്നുറങ്ങിയാലേ വെളുപ്പിന് എണീറ്റ് യാത്രയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും കൈ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. കാരണം ഇവന്മാരൊക്കെ ഇപ്പം മക്കൾ നമ്മൾ അമ്മമാരുടെ അത്രയൊക്കെ വലുതായി കഴിഞ്ഞ് ഇവന്മാരുടെയൊക്കെ ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാമല്ലോ. അപ്പോൾ ചേച്ചി ഇതാട്ടോ എടുത്തേ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അവന്മാർ ഗെയിം കളിച്ച് തീർന്നിട്ടില്ല. ചേട്ടൻ അവിടെ ഇരുന്ന് ന്യൂസ് എന്തോ കാണുവാണ്. ഞാൻ പോയി കിടന്നു കേട്ടോ. 10:10 അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. രാവിലെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് കിട്ടാവുന്ന ബാത്റൂമിലെല്ലാം കയറി ഓരോരുത്തരായിട്ട് ഫ്രഷ് ഔട്ടായി. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെ എന്തൊക്കെയായാലും ഞങ്ങൾ കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മളെ തീരുമാനിച്ച പോലെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നല്ല സൺറൈസ് ഒക്കെ കണ്ടു കേട്ടോ. തിരക്കില്ലാത്ത വഴി, കുറച്ച് മഞ്ഞൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ചെറിയ ലൈറ്റ് മ്യൂസിക്, അടിപൊളി വൈബായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കോളപ്ര എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയിട്ട് വെറും ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടി ചുമ്മാ ആ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. ആ ചായക്കടയുടെ പുറകിൽ കണ്ട മലനിരകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അങ്ങനെ കട്ടൻ വേണ്ടവർ കട്ടനും പാൽച്ചായ വേണ്ടവർ പാൽച്ചായയും പിന്നെ വെറുതെ കടിച്ച് പറിച്ച് തിന്നാനായിട്ട് നമ്മുടെ പൊറോട്ടയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും തగ్గടിച്ചും കമൻ്റടിച്ചും പച്ചപ്പും മലനിരകളും ഒക്കെ കണ്ട് ആസ്വദിച്ച്. അപ്പം നമ്മളെപ്പോലെ തന്നെ യാത്ര പോകുന്ന കുറേ ടീംസിനെ നമ്മൾ വഴിയിൽ വെച്ചൊക്കെ കണ്ടായിരുന്നേ. ഈ സൈഡിലോട്ട് നോക്കി അത്യാവശ്യം മലകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കുളമാവ് ഏരിയ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പിള്ളേച്ചൻ്റെ കടയിലെത്തി. പിള്ളേച്ചൻ അത്യാവശ്യം ഫേമസ് ആയ ഒരു പുള്ളിയാട്ടോ. അവിടെ അത്യാവശ്യം കുറേ സെലിബ്രിറ്റീസ് പോയിട്ട് ചായ കുടിച്ചതിൻ്റെയും ഫുഡ് അടിച്ചതിൻ്റെയൊക്കെ